മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന CM സ്റ്റീഫന്റെ 41ാം ചരമവാർഷിക ദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണം ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പോരാളിയായിരുന്നു CM സ്റ്റീഫൻ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എതിരാളികൾ പോലും അംഗീകരിക്കുകയും വെള്ളിനാവുള്ള പോരാളി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര ടെലികോം മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ടെലികോം മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. ഇടുക്കിയിൽ നിന്നുള്ള MP ആയിരുന്ന സമയത്താണ് അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തുന്നത്. തൊഴിലാളി നേതാവെന്ന നിലയിൽ കേരളത്തിൽ INTUC കെട്ടിപ്പടുത്താൻ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചതെന്നും അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ പാർലമെന്റ് പുറത്താക്കുന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ CM സ്റ്റീഫൻ പാർലമെന്റിനെ സ്തബ്ധമാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ ഘോഷിക്കുകയാണ്, പക്ഷെ 3-ാം നാളിൽ A6 പുനരുദ്ധാനം ചെയ്തതുപോലെ ഇന്ദിരാഗാന്ധി ഇടിമുഴക്കത്തോടെ തിരിച്ചു വരും. ആ ദിവ്യപ്രഭയിൽ നിങ്ങൾ അസ്തമിച്ചു പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനർത്ഥമാകുന്നത് പോലെ തന്നെ ഒരു വർഷത്തിനിടയിൽ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റും ജനതാ പാർട്ടിയും തകർന്നു പോയത് നമ്മൾ കണ്ടതാണ്. ചരിത്രത്തെ ഇത്രമാത്രം വിശകലനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് എന്റെ ഓർമ്മയിൽ, എന്റെ അറിവിലില്ല. കട്ടപ്പനയിൽ അദ്ദേഹം വരുന്നത് 85-ൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തോടുകൂടിയാണ്. അനുസ്മരണത്തിന്റെ ഭാഗമായി CM സ്റ്റീഫന്റെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചെക്കുമുട്ടിൽ, നേതാക്കളായ ഷാജി വെള്ളമാക്കൽ, ബാബു പുളിക്കൽ, ജോസ് ആനക്കല്ലിൽ, CM തങ്കച്ചൻ, പൊന്നപ്പൻ അഞ്ചപ്ര, KS സജീവ് തുടങ്ങിയവർ സംസാരിച്ചു.